ഇപ്പോഴും നമ്മളോട് ചേർന്ന ലോകം മുഴുവനും ആരാധനയിൽ പങ്കെടുക്കുന്ന സമയമാണ്. ദൈവാനുഗ്രഹത്താൽ ഇന്നലെ നടന്ന ആരാധനയിൽ ഈ സമയം വരെ 2,44,000 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. അത്രയും ജനങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു തിരുസന്നിധാനമാണ് കൃപാസനം അൾത്താര. എല്ലാ സംസ്ഥാനങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഇപ്പോഴ് നമ്മളുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കണ്ണുനീര് സൗഖ്യവും ആശ്വാസമായി മാറാൻ വേണ്ടി നമുക്ക് അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കാനായിൽ സംഭവിച്ച അതേ സിറ്റുവേഷനാണ് കൃപാസന അൾത്താരയിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും. കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് അമ്മയുടെ ദൈവ സാന്നിധ്യം, ഈശോ സജീവ സാന്നിധ്യമായി ദിവ്യകാരുണ്യം, ഇവിടെയാണ് കണ്ണുനീര് കർത്താവിൻ്റെ കൃപയായി അനുഗ്രഹമായി സൗഖ്യമായി മാറുന്നതാണ് ആരാധനയുടെ, കൃപാസനം ആരാധനയുടെ ഒരു ദൈവകൃപ. കാരണം 2004 ഡിസംബർ 7 ഈശോ ഇതുപോലെ ആരാധനയിൽ ആരൂഢനായിരിക്കുന്ന സമയത്താണ് അമ്മ സിൽവർ ഗ്രേയിൽ ഇതുപോലെ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നത്തെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതുപോലെ സിൽവർ ഗ്രേയിൽ അമ്മയെ പലരും പലയിടത്തും വെച്ച് സൗഖ്യനിമിഷം കാണുകയാണ് അല്ലേ. ഇന്നൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, വളരെ വേദനപ്പെട്ട് നിൽക്കുന്ന നിമിഷങ്ങളിൽ അമ്മ തൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് ആ മനുഷ്യൻ കണ്ട് ആ നിമിഷം മുതലാണ് രോഗസൗഖ്യം സംഭവിക്കുന്നത്. ഇതെല്ലാം പ്രത്യക്ഷപ്പെടൽ സഭ പഠിക്കണം. ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ അന്തരാർത്ഥങ്ങൾ സ്ഥിരീകരിക്കുന്ന അറിവടയാളങ്ങളാണ് ആരാധനയിലൂടെ ദൈവം ജീവൻ സ്വരൂപനായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് അതിശക്തമായി കൈ അടിച്ച് കർത്താവ് ചുടലിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഇന്നലെ ഒരു വലിയ സാക്ഷ്യമുണ്ടായിരുന്നു. എല്ലാം വലിയ സാക്ഷ്യങ്ങളാണ്, പക്ഷെ പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ടൊരു സാക്ഷ്യമുണ്ടായി. പാലായിൽ നിന്ന് സഹോദരി ഡെയ്സി വിൻസെൻ്റ്, അവർ സ്വപ്നത്തിലൊരു ക്ലോക്ക് പിടിച്ച് മാതാവ് നിൽക്കുന്നതായി കണ്ടു. അപ്പോഴ് സാക്ഷ്യം വിശദീകരിച്ച ബ്രദർ ചോദിച്ചു, ഇവിടുത്തെ മാതാവിനെക്കുറിച്ച് ക്ലോക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരത്തെ മുന്നറിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല ശരിക്കും. പിന്നീട് പറഞ്ഞു മാതാവിന് ചിറകുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് നേരത്തെ നമ്മുടെ ഉടമ്പടി പുസ്തകത്തിൽ ചിറകുള്ള മാതാവിനെക്കുറിച്ച് വിശദീകരണമുണ്ട്. ഉടമ്പടി മാതാവ് ചിറകുള്ള മാതാവാണ്. വൈ ദർ ഇസ് വിങ്സ്, അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. അതായത് 12:17 വെളിപാടിൻ്റെ പുസ്തകം. ചിറകുകൾ നൽകപ്പെടുകയാണ്. എന്തിനാണ്? സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൾക്ക് ചിറകുകൾ നൽകപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് വെളിപാട് 12:17. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആ സ്ത്രീക്ക് ചിറകുകൾ നൽകപ്പെട്ടു. അപ്പോൾ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞ സഭയാണെന്ന് പറയുന്ന പിതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ അത് പരിശുദ്ധ അമ്മയാണെന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്.
പക്ഷേ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനമായ ജെറോം ബിബ്ലിക്കൽ കമൻട്രിയിൽ അമ്മയാണെന്നും സഭയാണെന്നുമുള്ള രണ്ട് കാഴ്ചപ്പാടുകളെയും ഒരുമിച്ച് സ്വീകരിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, സ്വർഗീയ ഒരുമിച്ച് പാടും. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പോൾ വാഗ്ദാന പേടകത്തിൻ്റെ ഒരു സിമ്പിളാണ് ചിറകുകൾ. നിങ്ങൾക്കറിയാമല്ലോ, വാഗ്ദാന പേടകത്തിൻ്റെ മാതൃകയിൽ കാണാം ചിറകുള്ള കെറുബുകൾ. ഈ കെറുബുകളുടെ സ്ഥാനമാണ് പിന്നീട് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൈമാറുന്നത്. എന്താ സംഭവിക്കുന്നത്? പണ്ട് ദൈവത്തിൻ്റെ സന്ദേശം വചനം പറയാൻ ആരാ വരണത്? മലക്കന്മാർ അല്ലേ? അമ്മയുടെ കാലമായപ്പോൾ മലക്കന്മാരുടെ കാലം മാറി. പിന്നെ ആരാ വരണത്? പരിശുദ്ധ അമ്മ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം കൈമാറാൻ ലൂർദ്, ഫാത്തിമ, കൃപാസനം എല്ലായിടത്തും ആരാ വരുന്നത്? പരിശുദ്ധ അമ്മ. നമ്മൾക്ക് വരുമ്പോൾ അമ്മയുടെ നെഞ്ചിൽ സമയഘടികാരം ഉണ്ടായിരുന്നു. സമയഘടികാരം എന്താ കാര്യം? എന്തിനാണ് ചിറകുകൾ നൽകണത്? സമയം ചുരുക്കാനാണ്. നടക്കണതും പറക്കണതും തമ്മിൽ വ്യത്യാസമില്ലേ? ഇല്ലേ? പറക്കണത് സ്പീഡാണ്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് പലതരം സർപ്പങ്ങളില്ലേ വിശ്വാസിക്കുണ്ടാകണത്. ആ അർത്ഥത്തിൽ സ്ത്രീ സഭയുമാകാം. എന്താ കാര്യം? സഭയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകണത്. ഇപ്പം തന്നെ നമ്മൾ സഭ വാമിണ്ടിയ അതിനെതിരെ വിമർശിക്കാൻ വേണ്ടി സർപ്പ സ്വാധീനങ്ങളുള്ള വ്യക്തികൾ സഭയ്ക്കെതിരെ വാപൊളിക്കുന്നുണ്ടല്ലേ? അപ്പോൾ സ്വാഭാവികമായി സംരക്ഷണത്തിൻ്റെ ചിറകുകളാണ്. അതെന്നും ഉണ്ടാവും. സഭയ്ക്ക് ദൈവം ആദ്യമേ നൽകിയിരിക്കുന്നത് എന്താ? സംരക്ഷണത്തിൻ്റെ ചിറകുകളാണ്. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിറകുകൾ ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. പലപ്പോഴും അത് സമയത്തിൻ്റെ ചുരുക്കമായി വരുന്നുണ്ട്. സമയത്തിൻ്റെ ചുരുക്കവും സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. ചിറകുകൾ എന്തിനാണ്? പറക്കാൻ അല്ലേ? അത് സംരക്ഷണത്തിൻ്റെ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദൈവിക സംവിധാനമായിട്ട് വരും. സമയത്തിൻ്റെ ചുരുക്കം. സമയത്തിൻ്റെ ചുരുക്കം എന്തിനാണ്? സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതാരാ പറയണത്? മത്തായി ശ്ലീഹ പറയും, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടുകയില്ല. ഇപ്പം 24-22 മത്തായി ശ്ലീഹ സുവിശേഷം 24-22 സഭയാണ് ഉദ്ദേശിക്കുന്നത്. സഭയെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുന്നത് ആരാ? സഭയെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം സമയം ചുരുക്കും.
വിശ്വാസിയെ സംരക്ഷിക്കാൻ വേണ്ടി വിശ്വാസി നിന്റെ ദൈവം നിന്റെ സമയത്തെ ചുരുക്കം കൈ അടിച്ച് കിടത്താണ്. ഹല്ലേലൂയ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രഭാഷകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. എന്താ? കർത്താവേ, ഞങ്ങളുടെ സമയത്തെ തുരിപ്പിക്കണമേ. PSC ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പ്രഭാഷക 36-ാം അധ്യായം 10-ാമത്തെ വാക്യം. കർത്താവേ, സമയത്തെ തുരിപ്പിക്കണമേ, ചെറുതാക്കണമേ എന്ന്. സമയത്തെ ചെറുതാക്കണമേ. ഇപ്പം നമ്മളൊരു സാക്ഷ്യം വായിച്ചില്ലേ? എന്നാ വായിച്ചത്? 45 കൊല്ലമായിട്ട് കിട്ടാത്ത വഴിയാണ് ഇല്ലേ? വായിച്ചില്ലേ? 45 വർഷമായിട്ട് കിട്ടാത്ത വഴിയാണ്. ഉടമ്പടി ചെയ്തപ്പോൾ 45 ദിവസമായിട്ട് സമയം തുരിപ്പിക്കും. അതാണ് ഉടമ്പടി. അത് ഫസ്റ്റ് സാക്ഷ്യം അതായിരുന്നു. സെക്കൻഡ് സാക്ഷ്യം എന്താണ്? അത് സമയത്തെ തുരിപ്പിക്കല. എന്നാ പറയണത്? അവർക്ക് സ്പൗസ് വിസയാണ്. 3 മാസം കൊണ്ട് ആ പ്രോസസ്സിങ് നടക്കേണ്ടത്. 3 മാസം കൊണ്ട് നടക്കേണ്ട പ്രോസസ്സിങ് ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുകയാണ്. അതാണ് പ്രഭാഷകം 36:10. കർത്താവ് സമയത്തെ തുരിപ്പിക്കുക. അതിനെന്താണ് സംവിധാനം? അതിനാണ് ഈ വാഗ്ദാന സംവിധാനമുള്ളത്, ഉടമ്പടി സംവിധാനമുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മത്തായി സുവിശേഷം 24:22 അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ രക്ഷിക്കുവാൻ വെളിപാടിൻ്റെ പുസ്തകം 12:17 വെച്ച് പ്രാർത്ഥിക്കുന്ന സർപ്പത്തിൻ്റെ വായിൽ നിന്ന്, രോഗത്തിൻ്റെ വായിൽ നിന്ന്, ദേശങ്ങളുടെ പ്രതികൂല നിയമങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുവാൻ പ്രഭാഷകൻ 36:10 അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാഗധേയത്തിൻ്റെ സമയത്തെ അങ്ങ് ത്വരിപ്പിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, സമയത്തെ ചെറുതാക്കുന്ന ദൈവത്തിൻ്റെ മാധ്യസ്ഥ സംവിധാനമേ, വാഗ്ദാന പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശ്രദ്ധിക്കട്ടെ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. സ്വർഗീയ സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. ഞങ്ങൾക്കായി സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. ദൈവമാതാവേ ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഈ പ്രഭാഷകം 36:10 അനുസരിച്ച് കൊണ്ട് നിന്റെ അനുഗ്രഹത്തിൻ്റെ സമയം
ത്വരിപ്പിക്കാൻ, ചെറുതാക്കാൻ ദൈവം എന്താണ് ചെയ്യേണ്ടതെന്നും പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സമയത്തെ ചെറുതാക്കാൻ കർത്താവെ അടയാളങ്ങൾ കാണിക്കണമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അപ്പോൾ സമയത്തെ ചെറുതാക്കണം എങ്ങനെയാണ്? പ്രഭാഷകൻ 36:8 കർത്താവെ സമയത്തെ ചെറുതാക്കാൻ അടയാളങ്ങൾ കാണിക്കണമേ. പ്രാർത്ഥിച്ചേ. കർത്താവെ സമയത്തെ ചെറുതാക്കാൻ അത്ഭുതങ്ങൾ കാണിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം കേൾക്കണമെന്ന് ഓർക്കണം. സമയത്തെ ചെറുതാക്കാൻ വേണ്ടി പ്രഭാഷകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ ഉത്തരത്തിൻ്റെ മധ്യസ്ഥ ശക്തിയാണ് അമ്മ. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാനം പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഭാഷാപരത്തോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാനം പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. അപ്പോൾ സമയത്തെ ചെറുതാക്കാൻ പ്രഭാഷകൻ എന്നാ അപേക്ഷിക്കണത്? കർത്താവെ അടയാളങ്ങൾ കാണിക്കണമേ, അത്ഭുതങ്ങൾ കാണിക്കണമേ, സമയത്തെ ചെറുതാക്കി സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേഗത്തിൻ്റെ ചിറകുകൾ നൽകണമേ എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ് ഈ വചനങ്ങളെല്ലാം. അതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള വചനമാണ് പ്രഭാഷകൻ 38:5. എന്താ പറയണത്? കർത്താവെ വെള്ളത്തെ മധുരിപ്പിക്കണമേ. അതും പ്രാർത്ഥനയാണ്. കാനായിൽ നടക്കുന്ന വലിയ സംഭവങ്ങളെ പ്രഭാഷകൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. എന്താണ് പറയണത്? പ്രഭാഷകൻ 38:5 കർത്താവെ വെള്ളത്തെ മധുരിപ്പിക്കണമേ. തടിക്കഷ്ണമിട്ട് വെള്ളത്തെ മധുരിപ്പിച്ച് അങ്ങയുടെ ശക്തി പ്രകടിപ്പിച്ച കർത്താവെ. അങ്ങനെയാണ് പ്രഭാഷകൻ പറയണത്. എന്താണ്? തടിക്കഷ്ണമിട്ട് മാറായിലെ വെള്ളം കയ്പായപ്പോൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം എന്നാ പറയണത്? എൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കൊണ്ട് നീ ഒരു തടിക്കഷ്ണം ഇടുക, അപ്പോഴാ വെള്ളം മധുരമാകും. നമ്മുടെ പലരുടെയും വെള്ളം കഴിച്ചിരിക്കുക അല്ലേ? കടങ്ങൾ കയറി ജീവിതം കഴിച്ചിരിക്കുക, രോഗങ്ങൾ വന്ന് സമാധാനവും സന്തോഷം പോയി ജീവിതം കഴിച്ചിരിക്കുകയാണ്. ദൈവവേദലെ പ്രഭാഷകൻ 38:5 ഉടമ്പടി പ്രകാരം നിൻ്റെ ജീവിതത്തിൽ ദൈവം മധുരിപ്പിക്കും. എങ്ങനെയാണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കും. അതാണ് ശക്തി. പ്രഭാഷകൻ പറഞ്ഞത് എന്താണ്? 36:10 പറയണത് വാഗ്ദാനം അനുസരിച്ച് കൊണ്ട് സമയത്തെ ചുരുക്കാനാണ് പറയണത്. സമയത്തെ ചുരുക്കൽ വാഗ്ദാനപ്രകാരമുള്ള കാര്യമാണ്. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ നേടണത്. ഈ വചനം മുഴുവനും എന്താ? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് തന്നിരിക്കണതാ. അച്ഛൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതാണ് വാഗ്ദാനം. എന്തിനാണ്? നമ്മുടെ കഴിച്ച ജീവിതം മധുരിക്കാൻ കർത്താവ് ഒരു വാഗ്ദാനം വെച്ചിട്ടുണ്ട്, ദാനം വെച്ചിട്ടുണ്ട്. ഈ വാക്കിൻ്റെ ഉള്ളിൽ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് ഇതിൽ ഈ വാക്കിൽ ദാനം വെച്ചിട്ടുണ്ട്. ഈ ദാനം നമ്മൾ പ്രാപിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ദാനം നൽകണത്? റോമ 4:16 വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാനം നൽകണത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവം മരക്കഷ്ണം ഇട്ടാലും
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വെള്ളത്തെ വീഞ്ഞാക്കിയാലും പ്രകടമാക്കുന്നത് എന്താണ്? വാഗ്ദാനമാണ് നിറവേറ്റണത്. ശക്തി പ്രകടിപ്പിക്കണം. ദാനത്തിൻ്റെ വാക്കിൻ്റെ ഉള്ളിൽ ദാനം എങ്ങനെയാണ് ഇരിക്കണത്? ഇപ്പോൾ പ്രഭാഷണം 38:5 എന്താ പറയണത്? അങ്ങ് വെള്ളത്തെ മധുരിപ്പിക്കണമെന്ന്. എങ്ങനെ മധുരിപ്പിക്കാൻ കഴിയും? അങ്ങ് ശക്തി പ്രകടിപ്പിക്കണമേ എന്നാണ് പറയുന്നത്. പ്രഭാഷണം 38:5 അങ്ങയുടെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞ് വെള്ളത്തെ മധുരിപ്പിക്കണമേ. അപ്പോഴും മറിയം ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥയാണ് അല്ലേ? കനായിലെ വെള്ളം മധുരിക്കണത് വീഞ്ഞായി മാറണത് ആരുടെ മധ്യസ്ഥതയിലാണ്? വെള്ളം എങ്ങനെ മധുരിപ്പിക്കണതെന്നാണ്, മധുരമാകണതെന്നാണ് പ്രഭാഷണം 38:5 പറയണത്. എങ്ങനെയാണ്? വെള്ളം മധുരിക്കാൻ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. അപ്പോൾ കാനായിൽ എന്താ സംഭവിച്ചത്? വെള്ളം എങ്ങനെ വീഞ്ഞായത്? കർത്താവിൻ്റെ ശക്തി പ്രകടിപ്പിച്ച് കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി. സന്തോഷത്തോടെ സ്വരത്തിലെ ആരാധന. മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. ആടിപ്പാടി സന്തോഷത്തോടെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും ഉദരത്തിൽ കൈവെക്കുക. ഉദരരോഗങ്ങൾ ഇന്ന് PCOD 3 കൊല്ലം പഴക്കമുള്ള PCOD സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ടതാണ്. ഈ ആത്മശക്തിനെ നമ്മൾ പാടുമ്പോഴും കൈവെക്കുമ്പോഴും കർത്താവിനെ സ്നേഹിച്ചും വിശ്വസിച്ചും കൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ശക്തി നൂറ്റാണ്ടുകളൊക്കെ പ്രബലപ്പെട്ട ദൈവത്തിൻ്റെ കരുണയുടെ ശക്തി ഇന്നിപ്പോഴും മാതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. ഉദരത്തിൽ കൈവെക്കട്ടെ, ഉദരത്തിൽ കൈവെക്കട്ടെ, ഉദരത്തിൽ കൈവെക്കട്ടെ, ഉദരത്തിൽ കൈവച്ചുകൊണ്ട് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യട്ടെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യട്ടെ. ലോകം മുഴുവനുമുള്ള ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഉദര രോഗികളുണ്ടെങ്കിൽ ഉദരത്തിൽ കൈവെക്കട്ടെ. യേശുക്രിസ്തു നാമത്തിലെ ദൈവശക്തി പ്രകടമാകട്ടെ, യേശുക്രിസ്തു നാമത്തിലെ ദൈവശക്തി പ്രകടമാകട്ടെ, യേശുക്രിസ്തു നാമത്തിലെ ദൈവശക്തി പ്രകടമാകട്ടെ. ദൈവം സൗഖ്യം ചെയ്യട്ടെ. ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്കറിയാം. കൃപാസനത്തിൻ്റെ ഉടമ്പടി മാതാവ് വാഗ്ദാന പേടകത്തിൻ്റെ മാതാവ്. അപ്പോൾ ഈ ദൈവശാസ്ത്രം വളരെ ഗൗരവമായി എൻ്റെ മക്കൾ പഠിക്കണം. ശരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാഗ്ദാനത്തിൽ എപ്പോഴും വരണത് എന്താണ്? വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത് അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലുള്ള വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾക്ക് അനിപേക്ഷണീയമായ ശക്തി ദൈവം വചനത്തിൽ വാഗ്ദാനമായി പണ്ടേ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ വാഗ്ദാനം നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി സംവിധാനം ഉണ്ടാക്കിയത്. ഈ അടുത്ത പോയിന്റ് മനസ്സിലായോ? ദൈവം ഇപ്പോൾ ജോലി, വീട്, വിവാഹം, അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് എല്ലാത്തിനും ദൈവം അതെല്ലാം ദാനങ്ങളാണ്. ആ ദാനങ്ങളെല്ലാം വാക്കിൻ്റെ അകത്ത് ദൈവം മുൻകൂട്ടി. ഇപ്പം നമുക്കറിയാം വാഗ്ദാനത്തിന് ഇംഗ്ലീഷ് എന്നാ പറയണേ?
അച്ഛൻ നേരത്തെ പറഞ്ഞ വാഗ്ദാനത്തിന് ഇംഗ്ലീഷ് എന്നാ പറയണത്? പ്രോമിസ്. അത് നിഷ്പദിച്ച് വന്നു കഴിഞ്ഞാൽ 2 ലത്തീൻ പദങ്ങളാണ്. എന്താണ്? പ്രോ ആൻഡ് മീത്തരെ. പ്രോ മീൻസ് ഫോർട്ടൽഡ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കണം എന്നർത്ഥം. മീത്തരെ ടു റിലീസ്, അതാണ് പ്രോമിസായി മാറണത്. അതായത് നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതിന് വലിച്ചെടുക്കുക. നേരത്തെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ത് പ്രകാരമാണ്? ഉടമ്പടി പ്രകാരമാണ്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകുന്നത്? അതാണ് റോമൻ 4:16 പറയണത്. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകുന്നത്. വാഗ്ദാനം പ്രാപിക്കുന്നത് ഉടമ്പടി പ്രകാരമാണ്. അതിൻ്റെ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ, തെറ്റാത്ത മധ്യസ്ഥ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. അതാണ് പ്രഭാഷകൻ 10:8 പറഞ്ഞത് എന്താണ്? കർത്താവേ, വാഗ്ദാനം പാലിക്കണമേ. എങ്ങനെ? അതിനുവേണ്ടി നീ അത്ഭുതം കാണിക്കണമേ. കർത്താവേ, വാഗ്ദാനം പാലിക്കണമേ, അതിനുവേണ്ടി നീ അതിശയം കാണിക്കണമേ. അതാണ് കാനായിൽ അമ്മ പറയണത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അവിടെ വീഞ്ഞ് തീർന്നുവെന്ന് പറയുമ്പോൾ അമ്മ പറയണത് എന്താണ്? പ്രഭാഷകൻ്റെ ഈ 36:8 എന്താണ്? അവർക്ക് വീഞ്ഞില്ല, കർത്താവേ വാഗ്ദാനം പാലിക്കണമേ. തലമുറകളായി നിൻ്റെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം തൊട്ട് ദൈവപിതാവ് ഈ ജനതയ്ക്ക് നൽകിയിട്ടുള്ള മോശ മുതൽ എബ്രാഹാം മുതൽ നോഹ് മുതൽ നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും കർത്താവെ പാലിക്കണമേ എന്നാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പറയുമ്പോൾ കർത്താവ് പറയും സമയമായില്ല എന്ന് പറയും. അതിനാണ് മാതാവ് പറയണത് എന്താണ്? ആകാത്ത സമയത്തെ സമയം ചുരുക്കാൻ. അപ്പായ്ക്ക് മാത്രമുള്ള അധികാരമാണ് സമയ ചുരുക്കം, അല്ലേ? അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ 24:22 പറയണത്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി അപ്പ സമയം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ. അപ്പായുടെ അധികാരമാണ് സമയം ചുരുക്കം. ഈ സമയ ചുരുക്കമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് കൈമാറിയിട്ട് നമ്മുടെ കണ്ണിന് തുടക്കാൻ പോകുന്നത്. അതാണ് ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയണത് എന്താ? അങ്ങ് അത്ഭുതം കാണിക്കണമേ, സമയം ചുരുക്കണമേ, അങ്ങ് അടയാളം കാണിക്കണമേ. പ്രഭാഷകൻ 36:8 അങ്ങ് അടയാളം കാണിക്കണമേ, സമയം ചുരുക്കണമേ. സമയം ചുരുക്കി അടയാളം കാണിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? പ്രഭാഷകൻ 38:5 വർക്കൗട്ട് ചെയ്യും. എന്താണത്? കഴിച്ച വെള്ളം മധുരമാകും. എങ്ങനെയാണ്? കർത്താവിൻ്റെ ശക്തി പ്രവേശിച്ചുകൊണ്ട്. അപ്പോഴെന്നാ പരിശുദ്ധ അമ്മ ഈശോയോട് ആവശ്യപ്പെടുന്നത്? ഈശോയെ, ദൈവവചനമാകുന്ന ഈശോയെ, നിന്നിലുള്ള ശക്തി ഈ കണ്ണീരിൻ്റെ കുടുംബത്തിലേക്ക് ഇപ്പോഴേ അയക്കണമേ. ഇവിടെ കഴിച്ച ജീവിതം പ്രഭാഷകൻ 38:5 അനുസരിച്ച് കൊണ്ട് നിന്റെ ശക്തിയാൽ മധുരതരമാകട്ടെ. കൈ അടിച്ച് കറുത്താണ് ഹല്ലേലൂയ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗ്ഗാഗ്നിയേ, ഹല്ലേലൂയ. സ്വർഗ്ഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗ്ഗാഗ്നിയേ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഭാഷാവരത്തോടെ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മധരിയായി ഒഴുകി എന്നിൽ. ഭാഷാവരത്തോടെ ലോകം മുഴുവനുമുള്ള എല്ലാ സഹോദരങ്ങളും പങ്കെടുക്കുന്നവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ശക്തി ഇറക്കണമേ, മഴ പോലെ ഇറക്കണമേ കർത്താവേ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ട്. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക.
നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ശ്വാസകോശ രോഗികൾ, ശത്രുക്കളാണെങ്കിൽ പോലും ദൈവസ്നേഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം നീ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കട്ടെ. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂമ്പിൽ കൈവെക്കട്ടെ. ഹൃദയത്തിൽ വാൽവ് ചുരുക്കമുള്ളവരും ബ്ലോക്കുള്ളവരും നെഞ്ചിൽ കൈവെക്കട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിൻ്റെ ഹൃദയത്തെ സുഖമാക്കുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ, ഭാഷാപരത്തോടെ സ്തുതിക്കട്ടെ. ഈശോ, ഈശോ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിലെ അടയാളം കാണിക്കണമേ. അപ്പാ അപ്പാ അങ്ങേപ്പുത്രനെ യേശുവിന്റെ നാമത്തിൽ കൈ നീട്ടണമേ, കൈ നീട്ടണമേ. അടയാളങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല 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 ഹല. ശിരസ് കൈ ശിരസ് വെക്കട്ടെ. എൻ്റെ രോഗങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചാരണം ചെയ്യപ്പെടാൻ വേണ്ടി നടപടി കൈകൾ ശിരസ്സിൽ വെക്കട്ടെ, നെറ്റിയിൽ വെക്കട്ടെ. കർത്താവേ, നടപടി 4:29-30 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നടപടി 4:22-30 പ്രാർത്ഥിക്കുന്നു. അങ്ങേപ്പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അങ്ങേപ്പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ചെവി കേൾവിക്കുറവുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തലച്ചോറ് മരപ്പുള്ളവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, നടപടി 4:29-30 പ്രാർത്ഥിക്കുന്നു. അങ്ങേപ്പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈകൾ കർത്താവെ, ഞങ്ങൾ കർത്താവെ അങ്ങേ ശക്തിയുടെ കൈകളെ നീട്ടണമേ. അങ്ങേപ്പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ അപ്പാ കൈ നീട്ടണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ കൈ നീട്ടണമേ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോ എപ്പോഴും ശക്തിയായിട്ടാണ് വാഗ്ദാന പ്രകാരം എപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, വാഗ്ദാന പ്രകാരമാണിത്. കർത്താവ് നേരത്തെ ഫോർടെൽഡായിട്ടുള്ള കാര്യങ്ങൾ ഉടമ്പടി പ്രകാരം നമുക്ക് നൽകാമെന്ന് പറഞ്ഞ് ഉറച്ചിട്ടുള്ള കാര്യങ്ങളിൽ ദൈവം വിശ്വസ്തനായിരിക്കും. ഇല്ലേ? 2 തിമോത്തി 2:13 നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. എന്താ കാര്യം? അവന് തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കിടത്താണ് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കൈകൾ വീശിക്കൊണ്ട്
ലോകം എല്ലായിടത്തും ഇരുന്നുകൊണ്ട് ആരാധന കൂടുന്നവരെ പാടി ആർക്കട്ടെ, കൈകൾ വീശിക്കൊണ്ട് ആരാധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അങ്ങേപ്പുത്രനായ യേശുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. പ്രഭാഷകൻ 10:8 പ്രാർത്ഥിക്കുന്ന അടയാളങ്ങൾ സംഭവിക്കട്ടെ. നടപടി പുസ്തകം 4:29-30 പ്രാർത്ഥിക്കുന്നു. അങ്ങേപ്പുത്രനായ യേശുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ചുണ്ട് വെറുതെ ഇങ്ങനെ വരണ്ടു പോയിട്ട് ചിലപ്പോൾ വെള്ളപ്പൊടി പോലെ എന്തോ ചുണ്ടെ രോഗമാണ്. എന്നാ രോഗമാണെന്ന് വെച്ചാൽ അറിയത്തില്ല. ഹാർട്ടിൻ്റെതാണോ, ഇനി ബ്ലഡിൻ്റെതാണോ, അല്ല എപ്പിലെപ്സി ആണോ, ഫിക്സ് ആണോ നമുക്കറിയത്തില്ല. ആ രോഗിയെ കർത്താവ് ഇപ്പോഴും പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. ആത്മശക്തിയെ ശ്രുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തി. സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോഴെൻ്റെ മക്കൾ മനസ്സിലാക്കണം, ദാനം എങ്ങനെയാണ് ഇരിക്കുന്നത്. വാക്കിൻ്റെ ഉള്ളിലെ ശക്തിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ IAS ആയാലും ജോലിയായാലും നിങ്ങളുടെ നഷ്ടപ്പെട്ട പോലെ തിരിച്ചു തരുന്നതായാലും നിങ്ങളുടെ കഴിച്ച ജീവിതത്തെ മധുരമാക്കുന്നതായാലും എല്ലാം എന്താണ്? ശക്തിയാണ്. ശക്തി എവിടെയാണ് ഇരിക്കുന്നത്? കർത്താവിൻ്റെ വാക്കിൻ്റെ ഉള്ളിലാണ് ദാനം. നമുക്ക് എക്സാക്റ്റായിട്ട് വാസ്തവത്തിൽ നമുക്ക് എന്താ ദാനമെന്ന് പറയണത്? ദാനം ശക്തിയുടെ രൂപത്തിലാണ് വചനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ ശക്തിയെ റിലീസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനുള്ള കഴിവാണ് സമയത്തെ ചുരുക്കണത്. കഴിവെങ്ങനെ കൂട്ടാമെന്നാണ് ഉടമ്പടി അന്വേഷിക്കണത്. മനസ്സിലായോ? അതാണ് എൻ്റെ ടെക്നിക്കൽ സൈഡ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, റോമ 1:16 അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവവാക്കുകൾ. രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവവാക്കുകൾ. ദൈവവാക്കിൽ ദാനമായി വെച്ചിരിക്കുന്ന ശക്തിയെ സ്വതന്ത്രമാക്കി ജീവിത മണ്ഡലങ്ങളിലെ നിക്ഷേപിച്ച് വിടുതൽ പ്രാപിക്കാൻ അമ്മേ, പരിശുദ്ധമ്മേ, അമ്മയെ പോലെ ലൂക്കാ 1:45 പ്രകാരം വിശ്വസിക്കുവാൻ, ലൂക്കാ 1:39 പ്രകാരം തിടുക്കത്തില് നിലവിൽ വരുത്തുവാൻ ആവശ്യമായ സജീവ വിശ്വാസത്താൽ, ശക്തിയുള്ള വിശ്വാസത്താൽ മത്തായിയുടെ സുവിശേഷം 15:30 കർത്താവേ 15:28 ന്യായക്കാരുടെ കാനൻകാരുടെ വലിയ വിശ്വാസത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ,
വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായി. അപ്പോൾ നമ്മൾ കേട്ട വചനം ഏതാണ്? റോമ 1:16. എന്താ? ദൈവവചനം പറഞ്ഞേ. രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ദൈവവാക്കിൽ എന്തായിരിക്കണത്? ദൈവത്തിൻ്റെ ശക്തിയാണ്, മനുഷ്യൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഉടമ്പടിയിൽ റിലീസാകണത് എന്താണ്? പുറത്തേക്ക് വരുന്നത്, വിമോചിപ്പിക്കപ്പെടുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രഭാഷകൻ 38:5 അനുസരിച്ചുകൊണ്ട് വെള്ളത്തെ പോലും കഴിച്ച വെള്ളത്തെ മധുരമാക്കും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി കഴിച്ച ജീവിതത്തെ മധുരമാക്കും. ഇപ്പോൾ ഡൈവേഴ്സിൻ്റെ വക്കീലാണ് എൻ്റെ ജീവിതം, കേസാണ്, അല്ല അയൽവാസിയുമായിട്ട് വലിയ കേസാണ്. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഏൽപ്പിക്കാൻ പുരയിടം ഏൽപ്പിച്ചവൻ അവിടുന്ന് പോകത്തില്ല, അവന് 3 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ 3 ലക്ഷം രൂപ കൊടുക്കുക നഷ്ടപരിഹാരം. ഒരു നഷ്ടപരിഹാരമില്ല, അവനെ ഒന്ന് ഏൽപ്പിച്ചതാണ്, ഒരു കാവൽക്കാരൻ്റെ ഏൽപ്പിച്ചതാണ്. അപ്പോഴവർ വന്ന് ഇത് നീതിയല്ലെന്ന് കണ്ടപ്പോൾ അവരൊന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നാ ചെയ്യാൻ പറ്റും, ഞങ്ങളിവിടെ ഇല്ല, ഞങ്ങൾ ഈ നാട്ടിലില്ല സ്ഥലത്തിൻ്റെ കാവൽക്കാരായിട്ട്, ഞങ്ങൾക്കിങ്ങനെ വേറെ സംസ്ഥാനത്ത് ഞങ്ങൾ ജീവിക്കണത്. അപ്പോൾ അമ്മ തന്നെ അത് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അമ്മ സെറ്റ് ചെയ്തപ്പോഴും അവർക്കൊരു 10-30,000 രൂപ കൊടുക്കാവുന്നുണ്ടായിരുന്നു. പക്ഷെ നീതി ഇല്ലാത്ത കൊണ്ട് അമ്മ സെറ്റ് ചെയ്തത് 0 ക്ലെയിമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 പൈസ ഇല്ലാതെ ഇറങ്ങിപ്പോയി അവൻ. ഇന്നത്തെ സാക്ഷ്യം വായിച്ചാൽ മനസ്സിലാകും ഉടമ്പടിയുടെ ഒരു ശക്തി വന്നത്. അനീതിയായിട്ടുള്ള വിഷയം ഉണ്ടെങ്കിൽ മക്കളെ, പിന്നെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്തെടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് നമുക്ക് ഓരോ വോൾട്ട് എനർജിയാണ് വേണ്ടത്. അപ്പോൾ ആ എനർജി നിങ്ങൾ റിലീസ് ചെയ്യണമെങ്കിൽ, വചനത്തിൽ നിന്ന് വാഗ്ദാനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കാനങ്കാരുടെ വിശ്വാസം കണ്ടില്ലേ? അവൾ അവസാനം കർത്താവ് വരെ അവളെ ഡിസോൺ ചെയ്തപ്പോഴും അവൾ ദൈവത്തെ ഡിസോൺ ചെയ്തില്ല. ചില കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് നമുക്ക് തോന്നും. ദൈവത്തിന് പോലും നമ്മളെ വേണ്ട എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ ഉത്സാഹം പോകും. ഈ പരീക്ഷണ കാലം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം പരീക്ഷണ കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്സാഹം പോണ കാലമാണ്. അപ്പോൾ അത് വെച്ചാൽ നമുക്ക് അസസ്മെൻറ്റ് വരണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഉത്സാഹം പോയപ്പോഴാണെന്ന് അറിയാമോ? സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഉത്സാഹം പോവും. ഒരു സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ ഉത്സാഹം പോവും. ഉടമ്പടി ഒന്ന് പുതുക്കി കഴിയുമ്പോൾ ഉത്സാഹം പോകും. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഉത്സാഹം പോകും. അതൊക്കെയാണ് പ്രശ്നം. കാര്യം ഈ ഉത്സാഹം അവസാനം വരെ സൂക്ഷിക്കാൻ വാഗ്ദാനം പ്രാപിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം, 11 വാക്യവും തന്നെ ഉത്സാഹത്തെക്കുറിച്ച് പറയണതാണ്. ഹെബ്രായർ 6:11-12 നിങ്ങൾ അവസാനം വരെ ഉത്സാഹം നിലനിർത്തണമെന്ന്. 6:12 പറയണത് എന്താണ്? അവസാനം വരെ ഉത്സാഹം. ദൈവത്തിനും ഇപ്പം അച്ഛനെ കണ്ടാലും നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ അതൊന്നും ഉടമ്പടിയുടെ ഭാഗമല്ല. ഉടമ്പടി ആരുമായിട്ടാണ് ചെയ്തിരിക്കണത്? ദൈവമായിട്ടാണ് ചെയ്തിരിക്കണതാണ്, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ. അപ്പോഴേ ആ ഉത്സാഹം അവസാനം വരെ നിലനിർത്തേണ്ടതാണ്. അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നവ നിവർത്തിക്കാൻ, ഈ ഉത്സാഹം അവസാനം വരെ തുടരേണ്ടതാണ്. 6:11, 6:12 ഹെബ്രായ ലേഖനം. എന്നിട്ട് പൗലോസ് പറയും, നിങ്ങൾ പ്രത്യാശിക്കുന്നവ നിവർത്തിക്കാൻ വാഗ്ദാനം നേരത്തെ പ്രാപിച്ച ആൾക്കാരെ അനുകരിക്കേണ്ടതാണ്. അതാണ് 6:12 ഹെബ്രായ ലേഖനം. നിങ്ങൾ പ്രത്യാശിക്കുന്നവ നിവർത്തിക്കുവാൻ
വാഗ്ദാനം നേരത്തെ പ്രാപിച്ചവരെ അനുകരിക്കേണ്ടതാണ്. ആരാണ് വാഗ്ദാനം നേരത്തെ പ്രാപിച്ചത്? നോഹ്, എബ്രാഹാം, ഇല്ലേ, മോസസ്, ജോഷുവ, എല്ലാവരും വാഗ്ദാനം നേരത്തെ പ്രാപിച്ചവരാണ്. പൗലോസ് ഉദ്ദേശിക്കുന്നത് എബ്രാഹാം എന്നാണ്. കാര്യം പൗലോസിന് ഉള്ള കുഴപ്പം, അങ്ങേർക്ക് അമ്മയെ അറിയത്തില്ലല്ലോ. കാര്യം വാഗ്ദാനം പ്രാപിച്ചവരെ അനുകരിക്കാൻ പറയുമ്പോൾ, അങ്ങനെ വാഗ്ദാനം പ്രാപിച്ചവരെ അനുകരിക്കേണ്ടവർക്ക് വേണ്ടിയുള്ള ക്വാളിറ്റി പറയുന്ന സമയത്ത് വിശ്വാസമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ദീർഘക്ഷമയെന്ന് പറയുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ചില വാഗ്ദാനങ്ങൾ, ചില ദാനങ്ങൾ വിശ്വാസം കൊണ്ട് പ്രാപിക്കാൻ പറ്റും. ചില ദാനങ്ങൾ ഹെബ്രായർ 6:12 അനുസരിച്ച് കൊണ്ട് ദീർഘക്ഷമ കൊണ്ട് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ആ ദാനങ്ങളുടെ സ്വഭാവമാണ്. ഇപ്പം നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്നാ പറയണത്? 19:5 യോഹന്നാൻ്റെ സുവിശേഷം. യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു, അല്ലേ? നിൽക്കുകയാണ്, ബോധം കെട്ട് വീഴുകയല്ല. ദീർഘക്ഷമയാണത്. ദീർഘക്ഷമയെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ ദീർഘക്ഷമയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? എല്ലാവരും അലമുറോട്ട് കരയുമ്പോഴും അമ്മയ്ക്ക് കരച്ചിലില്ല. അമ്മ കരഞ്ഞതായിട്ട് ബൈബിൾ പറയത്തില്ല. എന്താ കാര്യം? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അമ്മയ്ക്കറിയാം, അപ്പാ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന്. മംഗളവാർത്ത സമയത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകത്തില്ല. അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാരുടെ എലിസബത്ത് പറയുന്നത് എന്താണ്? മേരി, കർത്താവ് നിന്നെ അഴിച്ച കാര്യങ്ങൾ നീ നിറവേറുമെന്ന് വിശ്വസിച്ചതാണ് നിന്റെ ഭാഗ്യമെന്ന് പറയുമ്പോൾ, ആ ഭാഗ്യപ്പെട്ടവളുടെ നിപ്പ് കണ്ടില്ലേ? അവൾക്കറിയാം അവളുടെ മകന് അവൻ്റെ മരണമില്ല, അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിനുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ദീർഘക്ഷമയുടെ അടിസ്ഥാനം. ദൈവവേദനയെ കൈയടിച്ച് കടന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ദീർഘക്ഷമയുടെ കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. ചില കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകണം നമുക്ക് തോന്നിയാൽ നമ്മൾ ഹെബ്രായർ 6:11 അനുസരിച്ച് കൊണ്ടും 12 അനുസരിച്ച് കൊണ്ടും നിരുത്സാഹരാകരുത്. എന്തു ചെയ്യണം? നമ്മൾ കർത്താവ് എന്താണ് ചെയ്തത്? അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് 12-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ പറയും. ആദ്യമായിട്ട് മരണത്തിൻ്റെ മണം വന്നപ്പോഴേ ഗ്രീക്കുകാർ വന്ന് കർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോഴേ, മനുഷ്യപുത്രൻ ശത്രുക്കൾ ഏൽപ്പിക്കപ്പെടുവാർ, അവരെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആദ്യത്തെ പാഷൻ പ്രഡിക്ഷൻസ്, പീഡാനുഭവ പ്രവചനങ്ങൾ രൂപപ്പെട്ടു വന്നത് ഗ്രീക്കുകാർ കർത്താവിനെ കാണുന്ന ആ മുഹൂർത്തത്തിലാണ്. അപ്പോഴാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്, അപ്പാ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന്. അപ്പോഴപ്പൻ പറയുമ്പോൾ ഇതാ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് പറയുമ്പോൾ പത്രോസ് ഞെട്ടിത്തെറിക്കും. എന്നിട്ട് പറയും ഇടിമുഴക്കമുണ്ടായെന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും, ഈ ഇടിമുഴക്കമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയെന്നാണ്. ഏതെങ്കിലും പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സമർപ്പണം നമ്മൾ വിചാരിക്കണം നടക്കാതിരിക്കുകയും ദൈവത്തിൻ്റെ മനസ്സ് നടക്കുകയും ചെയ്യുമ്പോൾ അതിന് ഇടിമുഴക്കത്തിലൂടെയാണ് പിതാവ് സംസാരിക്കുന്നത്. ഇടിമുഴക്കത്തിലൂടെ പിതാവ് സംസാരിച്ചിരിക്കുന്ന മോസസിനോടാണ്, സീനായ മലമുകളിൽ വെച്ചാണ്. അതിനുശേഷമാണ് ഉടമ്പടി ഉണ്ടായെന്ന് നിങ്ങൾക്കറിയണം. എന്താ കാര്യമാണ്? മോസസിനോട് പറഞ്ഞ് സീനായ മലമുകളിലെ നടപടി പുസ്തകം, പുറപ്പാടിൻ്റെ പുസ്തകം 19:5-നും 19:8-ലും ഘനമുള്ള മേഘത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ, ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിന് നിബന്ധനകളുണ്ടെന്ന് പറയുമ്പോൾ, മോസസ് വന്ന് മൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഉടമ്പടിക്ക് നിബന്ധന ഉണ്ടെന്ന് പറയുമ്പോൾ മൂപ്പന്മാർ പറയുന്ന ഭാഷയാണ് എന്താ പറയണത്? കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിക്കുമെന്ന്.
അതിനുശേഷമാണ് ഇടിമുഴക്കമുണ്ടാകുന്നത്. എന്താണ്? ദൈവത്തിൻ്റെ നാമം നിബന്ധനയാൽ നിവൃത്തിയാക്കുമ്പോൾ പൂജിതമാകണത്. കർത്താവിൻ്റെ പ്രാർത്ഥനയിലും അത് തന്നെയാണ്. ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് ഇടിമുഴക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥിക്കുന്നത്, ഇത് സംഭവിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ മാത്രമല്ല, പിതാവിൻ്റെ തിരുമനസ്സ് നിറവേറ്റണത് ആരല്ല, സ്വന്തം ഇഷ്ടത്തെക്കാൾ വരെ ദൈവത്തിൻ്റെ നാമം പൂജിതമാക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ അപ്പോൾ ഇടിമുഴക്കമുണ്ടാകും. സീനായിലെ മലമുകളിൽ സംസാരിച്ച ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം മഹത്വപ്പെടും. എന്നെ ദൈവപൈതലെ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാതെ പോയാൽ നീ സമർപ്പിക്കണം, ഞാൻ സമർപ്പിക്കും. നമുക്ക് യേശുക്രിസ്തുവിന് എനിക്കും നിനക്കും ദൈവമാതാവിനും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കർത്താവിന്റെ ദാസി അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെയാണെന്നാണെങ്കിൽ അത് തന്നെയാണ് സുഖസ്ഥ പിതാവ്. അതാണ് ഇടിമുഴക്കത്തിന്റെ പ്രാർത്ഥന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലെ ജീവിതം നമുക്ക് കയ്പ് നൽകുന്ന ചില അവസരങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞിനെ കല്യാണം കഴിച്ച് വിടാനായ സ്ത്രീധനത്തിൻ്റെ പൈസ ചിട്ടി എന്നാണ് നമ്മൾ കണ്ടിരിക്കണമെങ്കിൽ ചിട്ടി വീഴുമെന്ന് വിചാരിച്ചുകൊണ്ട് ചിട്ടി വീണില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഉടനെ മധുരം കയ്പായി മാറും, അല്ലേ? അപ്പോൾ ശക്തി വരണ എന്തിനാണ്? പ്രഭാഷകം 38:5 അനുസരിച്ച് കൊണ്ട് അതിനെ മധുരിപ്പിക്കാനാണ്, അല്ലേ? ഈ ആരാധനയിലും അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ എന്ന് ശക്തി വരണ എന്തിനാണ്? നമ്മുടെ ജീവിതം മധുരിപ്പിക്കാനാണ്, അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ IELTS തോറ്റവരും ജീവിതം കഴിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, വീടില്ലാത്തവർ, ജീവിതം കഴിച്ചിരിക്കുന്നവർ, കടക്കാരൻ നിങ്ങളെ വേട്ടയാടുന്നവർ, ജീവിതം അവിടെ തോന്നിവാസത്തിന് പറച്ചിൽ കാരണം നാട്ടിൽ നമുക്ക് അപമാനമായിട്ട് ജീവിതം കഴിച്ചിരിക്കുന്നവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തോന്നിവാസം ജീവിക്കുകയും തോന്നിവാസം പോവുകയും ചെയ്യുമ്പോൾ അതിന് സങ്കടത്താൽ ജീവിതം കഴിച്ചിരിക്കുന്നവർ, നിങ്ങളുടെ യാത്ര ശരിയായിട്ടില്ല, യാത്രയ്ക്ക് ആവശ്യമായ പൈസ ഇല്ല, വിസ, എമിഗ്രേഷൻ, PR ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് ഒന്നും നടക്കാതെ ജീവിതം കഴിച്ചിരിക്കുന്നവർ, അവരെയൊക്കെ കർത്താവ് ഈ ആൾത്താറിൽ നിന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ ശക്തി ഒഴുക്കി ജീവിതം മധുരിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Jesus Christ, pour out your Spirit. The fire fingers soft with the precious Spirit. Lord Jesus Christ, pour out your Spirit. The fire fingers soft. അച്ഛനോട് വിവിധ ജീവിത ആവശ്യങ്ങൾക്കായി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങളുടെയും ഈ ശുശ്രൂഷ ലൈവായി പങ്കെടുക്കുന്ന എല്ലാവരുടെയും വ്യത്യസ്തങ്ങളായ ജീവിത ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ കണ്ണുനീരും ഈ നിമിഷം ഏറ്റെടുക്കണമേ കർത്താവേ. നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ എഴുതിയവർ, എഴുതാൻ പോകുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവേ, ഞങ്ങളുടെ ശക്തിയല്ല അങ്ങയുടെ കൃപയുടെ ശക്തിയാൽ, ഞങ്ങളുടെ യോഗ്യതയല്ല നിൻ്റെ കൃപയാൽ അവരെ സാന്ത്വനപ്പെടുത്തണമേ. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വരുമാന മാർഗമില്ലാത്തവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ തകരുന്നവർ, സമാധാനമില്ലാത്തവർ, കുടുംബം തകർന്നവർ, മക്കളെക്കുറിച്ച് വേദനപ്പെടുന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. കർത്താവിന് ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും,
കൃപയാലേ കൃപയാലേ കൃപയാലേ. തീയതി വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമയത്തിന് മേൽ അധികാരി അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നീ ഉടമ്പടി ദൈവത്തോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡേറ്റും ടൈമും നമ്മുടെ അൾത്താരയ്ക്ക് ദൈവം നൽകിയ അവകാശങ്ങളാണ്. അതുകൊണ്ട് നിൻ്റെ കണ്ണീരും നിൻ്റെ വിഷമതകൾ, ദൈവം ഇടപെടേണ്ട തീയതികൾ, ഡേറ്റുകൾ ഇപ്പോഴും ഓർക്കുക. അച്ഛൻ പറയുമ്പോൾ നമുക്ക് മാതാവിന് വഴി ഈശോയ്ക്ക് ദൈവം ഇടപെടേണ്ട. ചിലപ്പോൾ ഓപ്പറേഷൻ ആയിരിക്കാം, ചിലപ്പോൾ സ്ഥലം അളവായിരിക്കും, ചിലപ്പോൾ രജിസ്ട്രേഷൻ ആയിരിക്കും, ചിലപ്പോൾ ഭാഗോടമ്പടി ആയിരിക്കും, ചിലപ്പോൾ വിവാഹമായിരിക്കും, ചിലപ്പോൾ ഡെലിവറി ആയിരിക്കും, ചിലപ്പോൾ എന്ത് വിഷയമായാലും, ചിലപ്പോൾ നിൻ്റെ പരീക്ഷയോ ഇൻ്റർവ്യൂയോ ടെസ്റ്റോ നിൻ്റെ കയറി പോകലോ നിൻ്റെ തിരിച്ചു വരവോ, വാട്ട് എവർ മേ ബി ദ തിങ്സ്, പ്ലീസ് സബ്മിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുക, പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുക. നിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം, നീ കൊടുക്കേണ്ട ഡേറ്റുകളുണ്ട്, നിനക്ക് തരേണ്ട ഡേറ്റുകളുണ്ട്. നിൻ്റെ സന്തോഷത്തിൻ്റെ ഡേറ്റുണ്ട്, നിൻ്റെ സങ്കടത്തിൻ്റെ ഡേറ്റുണ്ട്. ഡേറ്റ് ആൻഡ് ടൈം, സമയം ദൈവത്തിൻ്റെതാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ആ സമയത്തിന് മേൽ ഉടമ്പടി ദൈവം നിന്നോട് ഇടപെടും. അവൻ വാഗ്ദാന വിശ്വസ്തനാണ്, വാക്ക് പാലിക്കുന്ന കർത്താവേ. ഇപ്പോഴും എന്നെ ശ്രമിക്കുന്ന വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലും വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ധ്യാനം പങ്കുവെക്കുന്നവരും എപ്പോഴെല്ലാം ഈ ധ്യാനം യൂട്യൂബിൽ കൂടാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഡേറ്റ് അതിലിടാവുന്നതാണ്. ഈ ആരാധന എല്ലാവർക്കും വേണ്ടി കാഴ്ചവെക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള മുഴുവൻ അംഗങ്ങൾക്ക് അവർ ധ്യാനം എപ്പോൾ കൂടിയാലും ആ കാലങ്ങളിലെല്ലാം അവരുടെ ജീവിത അവസ്ഥകൾക്ക് ഡേറ്റ് ഇട്ട് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ദൈവം അത് കേൾക്കാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഇടത് നമ്മൾ തലയിൽ നിന്ന് ഇറങ്ങുന്ന ഞരമ്പാണെന്ന് തോന്നുന്നു. നമ്മുടെ പിൻകഴുത്ത് ദാറ്റ്സ് ഈ തോളിൻ്റെ സൈഡ് വശം, നേരിട്ട് കഴുത്തല്ല, തോളിൻ്റെ സൈഡ് വശം പിറകിൽ മുകളിൽ ഇങ്ങനെ കുറച്ച് കുരുക്കാണ്. ഞരമ്പ് പിടച്ചതാണോ വേരിക്കോസ് പൊട്ടിയ പോലെയുള്ള ചില ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അത് തോളിൻ്റെ പിൻവശത്താണ് 3-4 കുഞ്ഞു മുഴകൾ പൊട്ടിയിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികടലിൽ ഈ ചില ചന്ദ്രക്കലകളെ കണ്ടുകൊണ്ട്, ഇപ്പോൾ രാത്രി നമ്മൾ ചന്ദ്രക്കലകൾ കാണത്തില്ലേ, ചന്ദ്രക്കല വളരെ മൈന്യൂട്ട് ഫസ്റ്റ് ആയിട്ടുള്ള മുൻപേ അത് കണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓവറേഷൻ ഉണ്ടാകും എന്ന് വേണ്ടി അങ്ങനെ മരുന്ന് കഴിക്കുകയോ ആശിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇതുവരെ ഓവറേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് മുതൽ അവന് ഓവറേഷൻ ഉണ്ടായിക്കൊണ്ട് ദൈവം അതിന് അവരുടെ സങ്കടങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം നൽകുന്ന സമയമാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇടത് മുട്ടിൻ്റെ ബോളുകൾ ഇങ്ങനെ, ബോളില്ലേ, മുട്ടിൻ്റെ ബോള് ഇങ്ങനെ അതിങ്ങനെ ഫ്ലൂയിഡില്ലാതെ ഇങ്ങനെ ഉരഞ്ഞ് അസ്ഥി ഉരഞ്ഞ് അതിൻ്റെ സ്വാധീനം പോയി കത്തുന്ന പോലെയുള്ള വേദനയിൽ നടക്കാൻ ഭയങ്കര പാട്, കാലെപ്പോഴും കൊടുത്ത് നടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ആ മുട്ടുകളെ, അതുപോലെ കാൽമുട്ടുകൾക്ക് വേദനയുള്ളവരെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ശ്രുതികട. ഹല്ലേലൂയ. ഒരു കണ്ണ് കർത്താവ് കാണിക്കുന്നുണ്ട്, അതുപോലെ ഡ്രൈവിങ്ങും കാണിക്കുന്നുണ്ട്. ഇനി ഇത് ഇൻ്റർ കണക്റ്റഡ് ആണോ എന്ന് നമുക്കറിയത്തില്ല. 50 വയസ്സുള്ള 59 വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡ്രൈവിങ് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ പറ്റാതെ വരികയും ലൈസൻസ് കട്ടാകുകയും ചെയ്യുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതാണോ എന്ന് അച്ഛന് അറിയത്തില്ല. പക്ഷേ രണ്ടും കാണിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് സീറ്റും കാണിക്കുന്നുണ്ട്, സ്റ്റിയറിംഗ് കാണിക്കുന്നുണ്ട്, കണ്ണിൻ്റെ കാഴ്ചക്കുറവും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് 2 വിഷയങ്ങളിലും മേഖലകളിലും ഉള്ളവർക്ക് ഇപ്പോഴേ കർത്താവിൻ്റെ തിരുസന്നിധി സ്വന്തം ഇന്നബിലിറ്റീസ്, കഴിവുകേടുകൾ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യം മേടിക്കാവുന്നതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കാവുന്നതാണ്. ശരീരം പൊതിഞ്ഞ് കെട്ടി കർത്താവിനെ ഏൽപ്പിക്കേണ്ട സമയമാണ്. നമ്മൾ സ്വസ്തിക പോയി കൈവച്ചിട്ട് ഉള്ളംകാലം ഉച്ച വരെ ഉണ്ടാകുന്ന മുഴുവൻ രോഗങ്ങൾ, അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ, അറിവില്ലാത്ത രോഗങ്ങളെല്ലാം, മുഴകൾ, സിസ്റ്റുകൾ, ബ്ലോക്കുകൾ, കിഡ്നി രോഗങ്ങൾ, കല്ലുകൾ എല്ലാം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, എൻ്റെയും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയും ആന്തരിക അവയവങ്ങളുടെ അറിയുന്ന രോഗങ്ങളും അജ്ഞാത രോഗങ്ങളും വരാൻ സാധ്യതയുള്ള രോഗങ്ങളും അമ്മേ, പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഈ ശരീരത്തിലുള്ള മുഴുവൻ രോഗങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവിടെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, നീർക്കെട്ടലുകൾ, ഞരമ്പിൻ്റെ ബ്ലോക്കുകൾ, കല്ലുകൾ, സിസ്റ്റുകൾ, മുഴകൾ, മാർഗരോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ കർത്താവെ സമർപ്പിക്കുന്ന, കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ സൗഖ്യപ്പെടുത്തണമേ, കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ സൗഖ്യപ്പെടുത്തണമേ, കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ സൗഖ്യപ്പെടുത്തണമേ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നിറച്ച വസ്തുക്കൾ എടുക്കുക. സന്തോഷത്തോടെ നിറച്ച വസ്തുക്കൾ എടുക്കുക. സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുക. അപ്പം നിറച്ച വസ്തു ഉയർത്തി പിടിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, for our Holy Spirit, the fire of God, soak with the precious blood, and with the authority of the Catholic Church, the power of Jesus Christ, the merit of the Holy Priesthood, I bless the Holy Spirit, those who have grace and peace and power. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നച്ച വസ്തുക്കളെ ഈശോ നാമത്തിൽ ആശീർവദിക്കും. ശക്തമായി സ്തുതിക്കട്ടെ. ഈശോയെ നോക്കിക്കൊണ്ട് നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് സൗഖ്യങ്ങൾക്ക്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ കണ്ണു കാണിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ, മക്കളെ എല്ലാം അനുഗ്രഹിക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന കർത്താവേ മഹത്വം, ദൈവമേ ആരാധന കർത്താവേ മഹത്വം, ദൈവമേ ആരാധന കർത്താവേ മഹത്വം. ഈശോയെ നന്ദി കർത്താവേ. യേശുവേ, യേശുവേ കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന, കർത്താവേ മഹത്വം. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ നാമം പരിശുദ്ധ പരമ ദിവ്യകാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരുന്നു.